ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സം ഇല്ല എന്ന നിലയിൽ ആദ്യം തന്നെ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നത് സംഘടനാപരവും രാഷ്ട്രീയവുമായ ഉന്നത ധാരണയോടുകൂടി നല്ല നിലയിൽ ആരോഗ്യകരമായാണ് കൊല്ലം ജില്ലാ സമ്മേളനം പൂർത്തിയായത്. അത് സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് മാധ്യമങ്ങൾ ആദ്യം മുതലേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ആധികാരികമായി ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊല്ലം ജില്ലാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സമ്മേളനങ്ങളിലും നൽകാൻ പോകുന്ന വാർത്തകളുടെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ദിവസം സാധാരണ സമ്മേളനങ്ങളെപ്പറ്റി പരിചയമുള്ളവർക്കെല്ലാം അറിയാം. ഉദ്ഘാടന സമ്മേളനം, പ്രത്യേകിച്ച് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഹ MA ബേബിയാണ്, പാർട്ടി PB മെമ്പർ. ആ സമ്മേളനം കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ചർച്ചയും ഒക്കെയാണ് നടക്കുക. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ വന്ന വാർത്ത ഞാൻ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചിരിക്കുന്നുവെന്നും ആ പ്രസംഗത്തിൻ്റെ ഭാഗമായ പ്രസംഗ നോട്ട് വ്യാജമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന നിലയാണ് നിരവധി മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായത്. ഞാൻ യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ഇന്നലെയാണ്, മൂന്നാമത്തെ ദിവസം. അപ്പോൾ ആ രീതിയിൽ തികച്ചും തെറ്റായ വാർത്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിലും അങ്ങനെ വാർത്ത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് വിവരം ശരിയല്ല എന്നറിഞ്ഞാൽ അത് തിരുത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കാണിക്കാറില്ല. അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ് നമുക്കിത് നൽകുന്നത്. അപ്പോൾ ജില്ലാ നേതൃത്വത്തെ ശക്തിയായിട്ട് വിമർശിച്ചു MV ഗോവിന്ദൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയായിട്ടും അതുപോലെ തന്നെ പത്രത്തിലെല്ലാം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത് തെറ്റായ ഒരു രീതിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം ഞാൻ സംസാരിക്കുകയേ ചെയ്യാത്ത സന്ദർഭത്തിൽ സംസാരിച്ചു എന്ന വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത സൃഷ്ടിക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൽ മറുപടി ഞാൻ ഇന്നലെയാണ് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കഞ്ചാവ് കച്ചവട കേന്ദ്രമായി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ളൊരു വാർത്ത നൽകുകയുണ്ട്. തെറ്റായ പ്രവണതയെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയും ഇപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നത് പോലെയും മെറിറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ആ തലത്തിലാണ് കാര്യങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ചിലർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്തുൾപ്പെടെ തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് പാർട്ടി ശരിയായ ദിശയിലേക്ക് നീങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പാർട്ടിയെ സഹായിക്കുന്നു വേണ്ട, പക്ഷേ സാമാന്യമായ മര്യാദ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പ്രകടിപ്പിക്കണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDF എന്തോ വമ്പിച്ച വിജയം നേടിയിരിക്കുകയാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കേണ്ടത് അത് കേരളത്തിലെ ഗവൺമെൻറ്റിന് വിരുദ്ധമായ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്.
UDFന് 16 സീറ്റും LDFന് 11 സീറ്റുമാണ് ലഭിച്ചത്, 3 BJPക്ക്. ഇതാണ് സീറ്റിൻ്റെ സ്ഥിതി. അതിൽ തന്നെ 3 സീറ്റ് UDFൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് ജയിച്ച് വന്നവർ മാറിയതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. ആ 3 സീറ്റ് അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയത് എന്നുള്ളതുകൊണ്ടാണ് അത് ആ വ്യത്യാസം കാണുന്നത്. അതവർ തിരിച്ച് അവർ തന്നെ സീറ്റ്, മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരതാണ് സീറ്റ്, ആ 3 സീറ്റ് അവർ പിടിച്ചു എന്നുള്ളതാണ് സത്യം. അതിനെയാണ് വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവതരിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ, അതാണല്ലോ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ കുറേയും കൂടി വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള കാര്യം. അതിലൊക്കെ അവരവരുടെ സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാർഡുകളുടെ എണ്ണം പറയുമ്പോൾ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് LDFന് എന്തോ വലിയ പരാജയം, അവർക്ക് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം ഉണ്ടായത്. ഞങ്ങളതിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ചില പഞ്ചായത്തുകൾ അതിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ്. അതും ഈ പറഞ്ഞ പോലെ കിട്ടിയത് തന്നെയാണ്. ചിലത് 3 പഞ്ചായത്താണ് അങ്ങനെ വന്നിട്ടുള്ളത്. അത് ഇടുക്കിയിലും പാലക്കാടും ഒക്കെ അതാണ് സ്ഥിതി. പാലക്കാട് എന്ന് പറയുന്നത് ഒരു CPI സ്ഥാനാർത്ഥി മത്സരിച്ച, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPI മത്സരിച്ചതാണ്. അവിടെ CPIയുടെ ലോക്കൽ സെക്രട്ടറി BJP പോയതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വീക്കെൻഡാണ്. അതെല്ലാം ഇതിൻ്റെ അകത്ത് വന്ന പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. വസ്തുതാപരമായിട്ട് പറയുന്നതിന് പകരം ഗവൺമെൻറ് വിരുദ്ധ തരംഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ LDFൻ്റെ പരാജയവും UDFൻ്റെ വിജയവും എന്നൊക്കെ അവതരിപ്പിക്കുന്ന രീതി എത്രത്തോളം വസ്തുതാപരമല്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് SFI കരസ്ഥമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും വമ്പിച്ച വിജയത്തോടുകൂടി SFIക്ക് നല്ല രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ട് പരിശോധിച്ച് നോക്കിയാൽ സർവകലാശാലകളുടെ ഉന്നതമായ നിലവാരം അത് പരിശോധിച്ചാലും നല്ല മികച്ച വിജയം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിലേതായിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച ഗ്രേഡിങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന രീതിയിൽ SFI അതിശക്തിയായിട്ട് എല്ലാ സർവകലാശാലയിലും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ സർവകലാശാലകളുടെ സ്വയംഭരണം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി ഗവർണർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികളെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ ഗവർണർ നിശ്ചയിക്കുന്നത്. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ വൈസ് ചാൻസലർമാരായി താൽക്കാലികമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഈ വൈസ് ചാൻസലർമാർ അധികാരത്തിൽ വന്നതോടുകൂടി സർവകലാശാലയുടെ സ്വയംഭരണം അവസാനിപ്പിച്ച് എന്താണോ ഗവർണർ പറയുന്നത് എന്നത് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വൈസ് ചാൻസലർമാർ തയ്യാറാവുന്നില്ല. വൈസ് ചാൻസലർമാർ നോക്കുന്നത് ഗവർണർ എന്താണ് തീരുമാനിക്കുന്നത് എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയംഭരണാധികാര സ്ഥാപനങ്ങളുടെ എല്ലാ അധികാരാവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് SFIക്ക് വലിയ നേട്ടമുണ്ടായി, വിജയമുണ്ടായി.